മനുഷ്യനെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന പാർട്ടിയായി ബി.ജെ.പി. അധപ്പതിച്ചു. ബി.ജെ.പിയെ കടന്നാക്രമിച്ച് ഇ.പി. ജയരാജൻ. രാഷ്ട്രീയ പ്രതിയോഗികളെ കടന്നാക്രമിച്ച് ശീലമുള്ള ഇ.പി.യെ പോലൊരു രാഷ്ട്രീയ നേതാവിന് അധികകാലം വായ മൂടിക്കെട്ടിയിരിക്കാൻ പറ്റില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം ഉൾവലിഞ്ഞു നിന്ന ഇ.പി. വീണ്ടും രാഷ്ട്രീയ പോരാട്ടത്തിൽ സജീവമാവുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷത്തെയോ കോൺഗ്രസിനെയോ ഒന്നും ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ലാത്തതിനാൽ ജന്മശത്രുവായ ബി.ജെ.പിയെ തന്നെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇ.പി. ഇടവേള ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെയല്ല, കേന്ദ്രത്തെ തന്നെയാണ് ഇ.പി. വിമർശിച്ചിരിക്കുന്നത്. വയനാട് ദുരിതാശ്വാസമാണ് വിഷയം. മനുഷ്യനെ വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന പാർട്ടിയായി ബി.ജെ.പി. അധപ്പതിച്ചെന്നാണ് CPM നേതാവ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഇതിന്റെ ലക്ഷണമാണ് വയനാട് വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരിലൂടെ പുറത്തു വന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു വയനാട് ദുരന്തം. എന്നാൽ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വലിയ മാസ്റ്റർ പ്ലാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത്. സഹായത്തിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. പ്രധാനമന്ത്രി നേരിൽ വന്ന് ദുരന്തഭൂമി സന്ദർശിച്ചതിനാൽ കേന്ദ്രത്തിൽ നിന്ന് വലിയ സഹായം ലഭിക്കുമെന്ന് മലയാളികൾ വിശ്വസിച്ചു. എന്നാൽ അത്തരത്തിലൊന്നും ലഭിച്ചില്ല. ബജറ്റിലും പ്രത്യേക പാക്കേജ് ഒന്നും അനുവദിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ക്രൂരവും പൈശാചികവുമായി സന്തോഷം കണ്ടെത്താനുള്ള ഒരു കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തത്. വയനാടിന് 530 കോടി രൂപ വായ്പ അനുവദിക്കാമെന്നാണ് പറയുന്നത്. ഇത് പ്രത്യേക വായ്പയല്ല, കേരളത്തിന്റെ നിക്ഷേപ വായ്പ പദ്ധതിയിൽ നിന്ന് വായ്പയായി അനുവദിക്കാമെന്നാണ് പറയുന്നത്. 45 ദിവസം കൊണ്ട് ഈ പണമെല്ലാം ചെലവാക്കി അതിന്റെ കണക്ക് സമർപ്പിച്ചാൽ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് വായ്പ അനുവദിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ബാലിശമായി ഈ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ കേരളത്തോട് കേന്ദ്രം കാണിച്ച അവഗണനയെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഇ.പി. തന്നെ വേണ്ടി വന്നിരിക്കുകയാണ്.